എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ദശാവതാര കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാമനാവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ഈ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആനന്ദപൂർണമായ ഇന്നത്തെ കഥായാത്ര നമുക്ക് ആരംഭിക്കാം. അസുരഗുരുവായ ശുക്രാചാര്യർ ഇന്ദ്രനാൽ വധിക്കപ്പെട്ട മഹാബലിയെ വീണ്ടും ജീവിപ്പിച്ചു. അസുര സൈന്യത്തോടുകൂടി മഹാബലി ഇന്ദ്രപുരി വളഞ്ഞ് ആക്രമണവും ആരംഭിച്ചു. യുദ്ധത്തിനൊരുങ്ങാതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലതെന്ന് മന്ത്രിമാർ ഇന്ദ്രനോട് ഉപദേശിച്ചു. ദേവന്മാർ സ്വർഗം ഉപേക്ഷിച്ച് ഓടിപ്പോയി. സ്വർഗലോകമതോടെ അസുരന്മാരുടെ അധീനതയിലായി. മഹേശ്വര ഭക്തനായ മഹാബലി ആചാര്യോപദേശമനുസരിച്ച് 100 അശ്വമേധങ്ങൾ നടത്തി. സ്വർഗത്തിന്റെ ആധിപത്യവും ഇന്ദ്രപദവിയും തന്റെ മകന് നഷ്ടമായതിൽ ദുഃഖിതനായ അതിഥി കശ്യപനോട് സങ്കടമുണർത്തിച്ചു. നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ തിരിച്ചു കിട്ടാൻ വിഷ്ണുഭജനമാണ് ഏകമാർഗമെന്ന് കശ്യപൻ നിർദ്ദേശിച്ചു. 12 നാൾ പയോവ്രതമനുഷ്ഠിച്ചാൽ മഹാവിഷ്ണു പ്രീതനാകുമെന്ന് കശ്യപൻ ഉപദേശിച്ചു. വ്രതാചരണ രീതികളും അദ്ദേഹം പത്നിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഭദ്രശാസനമനുസരിച്ച അതിഥി പയോവ്രതം അനുഷ്ഠിച്ചു. വ്രതസമാപ്തിയായപ്പോൾ ധ്യാനമഗ്നിയായിരുന്ന അതിഥിയുടെ മുമ്പിൽ അതിമോഹന രൂപത്തോടെ ഭഗവാൻ പ്രത്യക്ഷനായി. ആനന്ദസ്വരൂപനായ ഭഗവാനെ മുന്നിൽ കണ്ടിട്ടുണ്ടായ അത്യാനന്ദത്തോടെ അതിഥി ഭഗവാനെ സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ അതിഥിയുടെ പുത്രനായി അവതരിച്ച് സങ്കടങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാമെന്ന് അരുളി ചെയ്തു. അതിനുശേഷം ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഏറെ കഴിയും മുമ്പ് ഭഗവാന്റെ തേജസ് കശ്യപനിലും അതിഥിയിലും പ്രവേശിച്ചു. ബ്രഹ്മാദി ദേവകൾ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. സംപ്രീതനായ ഭഗവാൻ ചതുർഭുജനായ അതിഥി നന്ദനായി അവതരിച്ചു. കശ്യപൻ മഹാവിഷ്ണുവിന്റെ രൂപം കണ്ട് വണങ്ങി. ഉടനെ തന്നെ ഭഗവാൻ ബ്രഹ്മചാരിയുടെ വേഷം സ്വീകരിച്ചു. സൂര്യദേവൻ ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബൃഹസ്പതി പൂണൂലും കശ്യപൻ മേഖലയും നൽകി. ഭൂമിദേവി ഒരു കൃഷ്ണാർജുനം സമർപ്പിച്ചു. സോമൻ ദണ്ഡും മാതാവായ അതിഥി കൗബീനവും ബ്രഹ്മദേവൻ കമണ്ഡലവും സപ്തർഷികൾ കലശങ്ങളും പ്രദാനം ചെയ്തു. സരസ്വതീ ദേവി ജപമാലയും കുബേരൻ ഭിക്ഷാപാത്രവും ശ്രീപാർവതി പ്രഥമ ഭിക്ഷയും നൽകി. എല്ലാ സമ്മാനങ്ങളും സ്വീകരിച്ച ശേഷം ഭഗവാൻ നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ അശ്വമേധം നടത്തുന്ന മഹാബലിയെ കാണാൻ ഭഗവാൻ യാത്രയായി. വാമനമൂർത്തിയായ ഭഗവാൻ മഹാബലിയുടെ യാഗശാലയോടടുത്തുള്ള ഒരു സ്ഥലത്ത് ആസനസ്ഥനായി. അതുവഴി വന്നവരെല്ലാം ഭഗവാനെ വണങ്ങി. അവരിൽ ചിലർ മഹാബലിയോട് ദിവ്യനായ ഒരു ബ്രഹ്മചാരി അടുത്തൊരു ദിക്കിൽ നിന്ന് വന്നിരിപ്പുണ്ടെന്ന് അറിയിച്ചു. ആചാര്യനോടൊപ്പം അസുരേന്ദ്രൻ വാമനന്റെ അടുക്കലെത്തുകയും വന്ദിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് യാഗശാലയിൽ ഇരുത്തുകയും ചെയ്തു. മഹർഷിമാർ എഴുന്നേറ്റ് ആദരിച്ചു. ഭഗവത് പാദങ്ങൾ കഴുകിച്ച തീർത്ഥം മഹാബലി ശിരസിൽ തളിച്ചു. അസുര രാജാവായ മഹാബലി വാമനമൂർത്തിയായ ഭഗവാനോട് ചോദിച്ചു, അങ്ങ് എവിടെ നിന്ന് എഴുന്നള്ളി? അങ്ങയുടെ ജന്മദേശം എവിടെയാണ്? മാതാപിതാക്കൾ ആരൊക്കെയാണ്? അങ്ങേക്ക് എന്താണ് ആവശ്യം? എന്തായാലും ഞാൻ തരുന്നുണ്ട്, പറഞ്ഞാലും. വാമനൻ പറഞ്ഞു, ഞാനൊരു മുനിപുത്രനാണ്, ആശ്രയമില്ലാത്തവനാണ്. എനിക്ക് സഹായികളായി ആരുമില്ല. ഞാൻ പലയിടത്തും സഞ്ചരിക്കാറുണ്ട്. ഓരോ സ്ഥലത്തുള്ളവർ ഓരോ പേര് പറഞ്ഞു വിളിക്കുന്നു. അങ്ങ് മഹാധർമ്മിഷ്ഠനാണെന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഒന്ന് കാണാമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നതാണ്. അപ്പോൾ മഹാബലി പറഞ്ഞു, അവിടുന്ന് ആഗ്രഹം എന്താണെന്ന് പറഞ്ഞില്ല. എന്തായാലും പറഞ്ഞുകൊള്ളുക. ആവശ്യമുള്ളതെന്തും ഞാൻ തരുന്നുണ്ട്. അപ്പോൾ വാമനൻ പറഞ്ഞു, കൂടുതലൊന്നും എനിക്ക് വേണ്ട. വളരെ നിസ്സാരമായ കാര്യമായതിനാൽ ചോദിക്കാൻ തന്നെ നാണമാകുന്നു. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കിരുന്ന് തപസ് ചെയ്യാൻ എന്റെ പാദം കൊണ്ടളന്ന് 3 അടി ഭൂമി വേണമെന്നേയുള്ളൂ. കാരണം അന്യരുടെ ഭൂമിയിലെങ്ങാനും ഇരുന്നാൽ അല്പം കഴിയുമ്പോൾ മാറിയിരിക്കാൻ പറഞ്ഞേക്കും. ഇത് കേട്ട വാമനൻ ദാനം വാങ്ങാനും മഹാബലി കൊടുക്കുവാനും തയ്യാറായി. ദാനനീർ കൊടുക്കാനായി കിണ്ടിയെടുക്കാൻ ഒരുങ്ങിയ മഹാബലിയെ മാറ്റി നിർത്തി ശുക്രാചാര്യർ പറഞ്ഞു, നീ എന്തിനുള്ള ഒരുക്കമാണ്? ഈ കാണുന്നത് മായാവിലാസമാണ്. ഈ വാമനൻ വെറുമൊരു ബ്രഹ്മചാരി അല്ല, മഹാവിഷ്ണു തന്നെ. മായാരൂപം പൂണ്ട് വന്നിരിക്കുകയാണ്. മഹാവിഷ്ണു അതിഥിയുടെ പുത്രനായി അവതരിച്ച് നിന്നിൽ നിന്ന് 3 ലോകങ്ങളും കൈവശപ്പെടുത്തി ഇന്ദ്രനെ ഏൽപ്പിക്കുമെന്ന് ഞാൻ പണ്ടേ തന്നെ കേട്ടിരിക്കുന്നു. ഈ വാമനനോട് മറ്റൊരു ദിവസം വന്നാൽ 3 അടി ഭൂമി നൽകാമെന്ന് ഒരവധി പറഞ്ഞയക്കുന്നതാണ് ഉത്തമം. ഒരു തവണ കള്ളം പറയേണ്ടി വന്നാലും ദോഷമില്ല. ചിലപ്പോഴൊക്കെ നല്ലതിനു വേണ്ടി കള്ളം പറയേണ്ടി വന്നേക്കും. അസുരഗുരുവായ ശുക്രാചാര്യരുടെ ഈ വാക്കുകൾ കണക്കിലെടുക്കാതെ മഹാബലി വാമനന് ദാനനീർ കൊടുക്കാൻ ഒരുങ്ങി. ശുക്രാചാര്യർ ഒരു കരടായി കിണ്ടിയുടെ കുഴലിൽ കടന്നിരുന്നു. കിണ്ടിയിൽ നിന്ന് ദാനനീർ വീഴുന്നില്ലെന്ന് കണ്ടപ്പോൾ വാമനൻ ഒരു ദർഭയെടുത്ത് കുത്തി കരടിനെ അകറ്റി. തുടർന്ന് മഹാബലി ദാനനീർ വീഴ്ത്തി.
അത് സ്വീകരിച്ചതോടെ വാമനൻ വളർന്ന് വലുതാകാൻ തുടങ്ങി. ഒരു ചുവട് വെച്ച് ഭൂമി മുഴുവൻ അളന്നെടുത്തു. രണ്ടാമത്തെ ചുവട് കൊണ്ട് സ്വർഗവും അളന്നെടുത്തു. മൂന്നാമത്തെ ചുവട് വയ്ക്കുവാൻ ഇടം കാണാതെ ഉയർത്തിയ കാലിലെ പെരുവിരൽ നഖമേറ്റ് ബ്രഹ്മാണ്ടം പിളർന്ന് ബാഹ്യാമൃത പ്രഭാഗത്തിൽ നിന്ന് മഹാഗംഗ ഭൂമിയിലെ മനുഷ്യരുടെ പാപം തീർക്കാനായി താഴോട്ട് പതിച്ചു. ഭൂസ്വർഗങ്ങളിൽ മേൽ മഹാബലിക്കുണ്ടായിരുന്ന ആധിപത്യം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അസുരന്മാർ ദേവന്മാരോട് യുദ്ധത്തിനൊരുങ്ങി. ഒട്ടേറെ അസുരന്മാർ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് മഹാബലി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് ദുഃഖിതനായി നിന്നിരുന്ന മഹാബലിയെ ഗരുഡൻ വരുണപാശത്താൽ ബന്ധിച്ച് ഭഗവാന്റെ സമീപത്ത് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, നീ അഹങ്കാരത്തോടെ എനിക്ക് 3 അടി സ്ഥാനം തരാമെന്ന് സത്യം ചെയ്തല്ലോ. നിന്റെ അധീനതയിലുള്ള സ്ഥലമെല്ലാം 2 ചുവട് കൊണ്ട് ഞാൻ അളന്നു കഴിഞ്ഞു. എനിക്ക് 3ാമത്തെ ചുവട് വയ്ക്കാൻ ഇടമില്ല. വാക്ക് പാലിക്കാതിരുന്നാൽ നിനക്ക് നരകമായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ കേട്ടിട്ടും മഹാബലി അല്പം പോലും ചാഞ്ചല്യമില്ലാതെ ഭഗവാനോട് പറഞ്ഞു, കരുണാനിധി, അങ്ങയുടെ മായാവൈഭവം അത്ഭുതകരം തന്നെ. എന്റെ അധീനത്തിലുണ്ടായിരുന്ന ലോകമെങ്ങും അങ്ങ് 2 അടിയായി അളന്നെടുത്തു. ഇനി ഇവന്റെ ശരീരം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. 3ാമത്തെ ചുവട് അടിയന്റെ ശിരസിൽ വെച്ച് സത്യം പരിപാലിക്കാൻ അനുവദിക്കണം. ഭഗവാന്റെ പാദങ്ങളിൽ മഹാബലി നമസ്കരിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ അവിടെ വന്നെത്തി മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു. മഹാബലി പിതാമഹന്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി. ബ്രഹ്മാവ് വാമനന്റെ പാദങ്ങൾ കുമ്പിട്ടുകൊണ്ട് ഉണർത്തിച്ചു. പരിശുദ്ധനും ധർമ്മിഷ്ഠനുമായ ഇവന്റെ സാംസ്കാരിക ബന്ധനങ്ങൾ അഴിച്ചനുഗ്രഹിക്കണം. മഹാവിഷ്ണു പറഞ്ഞു, എന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നവൻ ദീനനും അഹങ്കാരമില്ലാത്തവനുമായി തീരും. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ മനസ്സിൽ അഹങ്കാരം ഉണ്ടാകും. ധനവൈഭവമില്ലാതാകുമ്പോൾ പരിശുദ്ധനാകും. ഭക്തി കൊണ്ട് അനുഗ്രഹം നേടാൻ യോഗ്യനാവുകയും ചെയ്യും. ഇവൻ ഇനി എന്റെ ലോകം പ്രാപിക്കും. സാർവണി മന്വന്തരത്തിൽ ഇവന് ഇന്ദ്രപദവി ലഭ്യമാകും. അതുവരെ നീ സുതലത്തിൽ ഭക്തിയോടെ വസിക്കുക. ഈ വിധം അരുളി ചെയ്തിട്ട് ഭഗവാൻ മഹാബലിയുടെ ശിരസിൽ പാദം വെച്ച് 3 അടി തികച്ചുകൊണ്ട് നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ആ സമയത്ത് പ്രഹ്ലാദൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് പൗത്രനെയും കൂട്ടി സുതലത്തിലേക്ക് പോയി. അവിടെ ചെന്നവർ വിഷ്ണുപദ ധ്യാനത്തിൽ മുഴുകി. ഭഗവാൻ മഹാബലിയിൽ നിന്ന് 3 അടിയായി അളന്നെടുത്ത ലോകങ്ങൾ ഇന്ദ്രനെ ഏൽപ്പിച്ചു. ബ്രഹ്മാദി ദേവന്മാർ ലോകനാഥനായ ഭഗവാനെ അഭിഷേകം ചെയ്തു. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ദേവേന്ദ്രൻ സുഖമായി ത്രൈലോക്യ ശാസനം തുടങ്ങി. വാമനമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദശാവതാര കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.